CPM-നുള്ള വലിയ സമാന്തര മുന്നണി എന്ന് നമുക്ക് പറയണമെങ്കിൽ പറയാം. കാരണം ഈ പറഞ്ഞ പോലെ ഇത്രയും കാലം ഉണ്ടായിരുന്നത് കുറച്ചു കാലം, അതായത് കഴിഞ്ഞ 16 വർഷമായിട്ടൊരു ഏകഛത്രാധിപതിയുടെ കീഴിൽ എന്ന് പറഞ്ഞോളം എല്ലാ കാര്യങ്ങളും കൈനിയന്ത്രിച്ചിരുന്ന നേതാവായിരുന്നു പിണറായി വിജയൻ. ഇപ്പം അതേ പിണറായി വിജയനെതിരെ ഇപ്പം ഈ പാർട്ടി തോറ്റപ്പോൾ 2026 ഇലക്ഷനിൽ തോറ്റുപോയപ്പം ആദ്യം പറഞ്ഞത് MA ബേബി ആയിരുന്നു. ഈ പറഞ്ഞ പോലെ പാർട്ടി പ്രവർത്തകർക്ക് കൃത്യമായി കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം കൂടിയാണിത്. അടിത്തട്ട് മുതൽ നിങ്ങൾ കാര്യങ്ങൾ പറയണം എന്ന് പറയുന്നു. മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ബ്രാഞ്ച് കമ്മിറ്റി, അതിനുശേഷം ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, അങ്ങനെ അവരുടെ നഖശകാന്തരം എല്ലാ കമ്മിറ്റികളും കൂടിയങ്ങാണ്ട് കൃത്യമായി കാര്യങ്ങൾ പറയുന്നു. അതിൽ ചില ഏരിയ കമ്മിറ്റികൾ, പാറശാല ഏരിയ കമ്മിറ്റികളെ പോലത്തെ ഏരിയ കമ്മിറ്റികൾ പറയുന്നത് ഈ പറഞ്ഞ പോലെ മാൻഡ്രേക്കാണ് പിണറായി വിജയൻ എന്നുള്ള തരത്തിൽ വരെ കാര്യങ്ങൾ പോകുന്നു. പിണറായി വിജയൻ MLA ആവാൻ യോഗ്യതല്ല എന്നുള്ളൊരു പറയുന്നു. അപ്പോൾ ഈ വിഷയം ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള പിണറായി വിജയൻ ശക്തമായ നിലപാടെടുക്കുന്നു, മറുവശത്ത് അതൊന്നും മാനിക്കാണ്ട് വീണ്ടും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ മുമ്പോട്ട് പോകുന്നു. ഇപ്പോൾ അതിന് സമാന്തരം എന്നോണം അല്ലെങ്കിൽ പാർട്ടിയിൽ ഈ പറഞ്ഞ പോലെ പിണറായി വിജയനെയും MV ഗോവിന്ദനെയും മറികടക്കാൻ കഴിയുന്ന രീതിയിൽ ഈ പറഞ്ഞ പോലെ MA ബേബി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പുതിയൊരു കൂട്ടാരം അല്ലെങ്കിൽ പുതിയൊരു കോട്ട പണിത് വരുന്നു എന്നുള്ള കാര്യം വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? അല്ല, സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളതായിരുന്നു പിണറായി വിജയന്റെ ബോർഡ് വെച്ചുകൊണ്ട് ഒരു പ്രചരണം അവർ നടത്തിയിരുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ LDF അല്ലാതെ വേറെ പല ആളുകളും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായിരുന്നല്ലോ. ഇത് പക്ഷെ മനസ്സിലാക്കാതെ പോയിരുന്നത് എനിക്ക് തോന്നുന്നു അവരുടെ അണികൾക്ക് തന്നെയായിരുന്നു മനസ്സിലാക്കാതെ പോയിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പിണറായി വിജയൻ മാത്രമേ ആ പാർട്ടിയിൽ നയിക്കാനുള്ളൂ എന്നുള്ള അവരുടെ അണികൾക്ക് മാത്രമേ മനസ്സിലാക്കാതെ ഇരുന്നുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ അതിനുശേഷം ഇന്നിപ്പോൾ ഒരുപാട് തിരുത്തൽ ആ മുന്നണിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ CPI-യുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് CPI തന്നെ ആ CPM-നെ ചോദ്യം ചെയ്യുന്നു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന് പറയുന്നു. നമ്മുടെ നിയമസഭയിൽ കണ്ടില്ലേ, നമ്മുടെ ബാലഗോപാലിനോട് പറയുന്നുള്ള രീതിയിലേക്ക് ആക്രോശിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ യാതൊരു മുഖ വ്യത്യാസവും ഇല്ലാതെ പിണറായി വിജയനെ ഇങ്ങനെ ബാലഗോപാലിനെ നോക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ പിണറായി വിജയനെ എന്തിരുന്നാലും ആ ഒരു പണ്ടത്തെ ആ ഒരു സവിശേഷതയൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. കാരണം അതുപോലെ തന്നെയാണ് MV ഗോവിന്ദനെതിരെയും രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമാണ് എല്ലാവരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഈ ശൈലി മാറ്റണം, പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും ഈ ശൈലി മാറ്റണം, ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു ശൈലി വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും തെരഞ്ഞെടുപ്പ് നേരിടാൻ കഴിയില്ല എന്നുള്ളതാണ് പല പാർട്ടി ഘടകങ്ങൾ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ യാഥാർത്ഥ്യവുമല്ലേ? ഇവരുടെ ഈ ശൈലിയും ഈ പറയുന്ന ഈ പാർട്ടി സെക്രട്ടറിയുടെ പൊള്ളത്തരങ്ങളും, പാർട്ടി സെക്രട്ടറിയുടെ ഓരോ വാർത്താ സമ്മേളനങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം പറയുന്നത് ശരിക്കും ഒരു കോമഡിയാണ്, അല്ലെ? CPM-ന്റെ ഒരു ഏരിയ കമ്മിറ്റി പറഞ്ഞത് എവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ MV ഗോവിന്ദൻ പോയി പ്രസംഗിക്കുന്നുണ്ടോ അവിടെ എല്ലാം 100 വോട്ടുകൾ പാർട്ടിക്ക് കുറവാകുന്നു എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. അതെ, അദ്ദേഹത്തിന്റെ ഓരോ വാർത്താ സമ്മേളനവും നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു കോമഡിയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ കേരളയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന, അങ്ങനെ പലതരത്തിലുള്ള പ്രസ്താവന. ഇപ്പോൾ നമ്മൾ P രാജീവിനെ പോലുള്ള വ്യക്തികളാണെങ്കിലും അത്തരം തരത്തിലുള്ള ഒരു കോമഡിയാണ്. അപ്പോൾ പാർട്ടി തന്നെ മൊത്തത്തിലൊരു കോമഡിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇന്നിപ്പോ നമ്മൾ കണ്ടത് രാജ്മോഹൻ ഉണ്ണിത്താൻ CPI UDF-ലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഇത്രമാത്രം കഷ്ടതകൾ സഹിച്ചുകൊണ്ട് അവിടെ CPM-ലോ LDF-ലോ തുടരേണ്ട എന്നുള്ളതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പാർട്ടിയിൽ നമുക്കറിയാം പിണറായി വിജയന്റെ കാലം കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹത്തിന് പ്രായാധിക്യമായിട്ടുള്ള പല കുഴപ്പങ്ങളും അദ്ദേഹത്തിനുണ്ട്, ഇല്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. പല തരത്തിലുള്ള ഘടകങ്ങളും ഉണ്ട്. ഈ ടേം തികയ്ക്കുമോ എന്ന് തന്നെ തോന്നുന്നുണ്ടോ? ഈ ടേം അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. പിന്നീട് അധികാരം മുഹമ്മദ് റിയാസിലേക്ക് കൈമാറുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കുള്ള ഒരിക്കലും റിയാസിലേക്ക് ഈ സാധനം പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി BJP ആയിരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ ഒന്ന് സതീശിനെതിരെ ഏറ്റവും വലിയ ആരോപണം ഈ പറഞ്ഞ പോലെ ലീഗിന് വാലാട്ടുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇനി അത് റിയാസ് കൂടി CPM-ന്റെ തലപ്പത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണ രൂപത്തിലോട്ട് വരും. കാരണം ഈ പറഞ്ഞ പോലെ UDF മുഴുവനായിട്ട് ഒരു മുസ്ലിം കൺട്രോളിലായി, അപ്പുറത്ത് LDF മുസ്ലിം കൺട്രോളിലായി. ഇത്തരത്തിൽ വരുമ്പോൾ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ വോട്ടുകളും ഹിന്ദു വോട്ടുകളും സമാഹരിക്കാൻ BJP കൊണ്ട് സാധിക്കും എന്നുള്ള സാധനം മറുവശത്ത് കിടക്കുന്നുണ്ട്. അല്ല, സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ പറയുന്ന പിണറായി വിജയന്റെ ഒരു കാലഘട്ടം എന്നുള്ളത് ഇനി അധികം നാളില്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പൊ അതിന് ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് കടന്നു വരുന്നത് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു MA ബേബി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ? അല്ല, പാർട്ടിയിൽ ഇപ്പം വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ മുതിർന്ന രീതിയിൽ അദ്ദേഹം തന്നെയാണ്. പക്ഷേ MA ബേബി തന്നെയാണ്. അദ്ദേഹത്തിന്റെ കാര്യവും കോമഡിയാണ്. അദ്ദേഹമൊക്കെ നിരവധി വോട്ടിനൊക്കെ തവണ നമ്മുടെ കൊല്ലം പാർലമെന്റ് സീറ്റിലൊക്കെ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്, അല്ലെ? അതുകൊണ്ട് അതും ഒരു യാഥാർത്ഥ്യമാണ്. അല്ല, കൊല്ലത്ത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ MA ബേബി അല്ല ലോക്സഭാ ഇലക്ഷനിലേക്ക് അല്ല, ലോക്സഭാ ഇലക്ഷന് മുമ്പ് മുൻകാലങ്ങളിലുള്ള ലോക്സഭാ ഇലക്ഷൻ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ കാര്യവും ഈ പറഞ്ഞ പോലെ ഒരു കോമഡി ഫിഗർ തന്നെയാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു ഉള്ളതിൽ ഭേദം എന്നുള്ളതിലേക്ക് MA ബേബിയാണ് കൂടുതൽ കുറച്ചും കൂടി എന്തുകൊണ്ട് പാർട്ടി ഇപ്പോൾ
നയിക്കാൻ ബെറ്റർ MABB ആണെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഈ പറഞ്ഞ പോലെ എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാരണം ഈ പറഞ്ഞ പോലെ ഒന്നാമത് പിണറായി വിജയൻ പ്രായാധിക്യം അത് നന്നായിട്ട് അദ്ദേഹത്തെ വരട്ടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. മറുവശത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് കേസുകൾ, ലാവ്ലിൻ കേസുകൾ പോലത്തെ പല കേസുകൾ, പോരാത്തതിന് വീണ വിജയന്റെ കേസുകൾ, മാസപ്പടി കേസ്, CMRL പോലത്തെ ഒരു പടം അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു ലീഗൽ അതൊരു പക്ഷേ മുഹമ്മദ് റിയാസിലേക്ക് തിരിയും. ഈ അടുത്ത ദിവസമാണ് മുഹമ്മദ് റിയാസിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മീഡിയ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് അല്ലെ? അല്ല, ഇതുവരെ ആരംഭിച്ചിട്ടില്ല. പക്ഷെ ഇഡി പറയുന്നത് അങ്ങോട്ടും പോകേണ്ടി വരും എന്നുള്ള തരത്തിലെ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇഡി എന്തിരുന്നാലും അങ്ങോട്ടൊക്കെ ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ടാവണമല്ലോ, നടത്തിയിട്ടുണ്ടാവാതിരിക്കില്ലല്ലോ. സ്വാഭാവികമാണല്ലോ, പറഞ്ഞ പോലെ ഭർത്താവാണല്ലോ, സ്വാഭാവികമായിട്ടും പോകും. അപ്പോൾ പിണറായി വിജയനെ സമ്പൂർണ്ണമായിട്ട് പാർട്ടി ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമോ? പാർട്ടി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തുമോ? അധികാരം ഉപേക്ഷിച്ചു. പിണറായി വിജയന് യാതൊരു വിലയും ഇല്ല, പണ്ടത്തെ പോലെ ആളുകൾ യാതൊരു വിലയും നൽകുന്നില്ല. അപ്പോ ഈ പറയുന്ന CPM തന്നെ പിണറായി വിജയനെ ഉപേക്ഷിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുമോ? എനിക്ക് ഇപ്പൊ തോന്നിയിട്ടുള്ള കാര്യം ഈ പറഞ്ഞ പോലെ പ്രത്യക്ഷത്തിൽ ആരും പിണറായി വിജയന്റെ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ യോഗ്യത ഇല്ല എന്ന് ആരും പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ ബാലഗോപാലിന്റെ ഒക്കെ ഒരു ലാംഗ്വേജും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അതെ, എടുത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോ എനിക്ക് തോന്നുന്നു പാർട്ടി അണികൾ പോലും ഇദ്ദേഹത്തിന് ഉള്ളിൽ ഈ പറഞ്ഞ പോലെ അവരൊക്കെ ചെറിയ രീതിയിലെങ്കിലും പുറത്തോട്ട് കാണിക്കാൻ തുടങ്ങി എന്നുള്ളത്. കാലാകാലം ഈ പറഞ്ഞ പോലെ പിണറായി വിജയനെതിരെ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയായിരുന്നു, അതിനപ്പുറത്തോട്ട് ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ തന്നെ ഒരു പരിധി വരെയൊക്കെ പിണറായി വിജയനെ കുറച്ചെങ്കിലും വരച്ച് നിർത്ത കോടിയേരി ആയിരുന്നു. കോടിയേരിയുടെ പോക്ക് പിന്നെ അഭാവത്തിന് പിന്നീട് വന്നത് ഈ പറഞ്ഞ പോലെ MV ഗോവിന്ദനാണ്. MV ഗോവിന്ദൻ പിന്നെ പിണറായിക്കൊത്ത് തുള്ളുന്ന മറ്റൊരു നേതാവ് എന്നുള്ളതിനപ്പുറം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യാനോ ഇപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഈ പറഞ്ഞ പോലെ MV ഗോവിന്ദനും ഒരേപോലെയാണ്. രണ്ടുപേരും കൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, രണ്ടുപേരും അവിടെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു നേട്ടങ്ങളില്ല, ഒരു ഉപകാരങ്ങളില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു പാർട്ടി പുതിയ നേതൃത്വത്തിന്റെ കയ്യിലേക്ക് എത്തട്ടെ അല്ലെ? പാർട്ടിയിൽ ഒരു നേതൃത്വ മാറ്റം ഉണ്ടാവട്ടെ. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളിൽ ഒരുപക്ഷെ ജനാധിപത്യം ഇല്ലായിരിക്കാം, അതൊരു സമ്പൂർണ്ണ ഫാസിസമായിരിക്കാം. പക്ഷേ അല്ല, ഞാനൊരിക്കലും ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫാസിസം എന്നുള്ളതിന് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പറഞ്ഞ പോലെ മതനിരപേക്ഷ മുഖത്തിന് നല്ലൊരു ശതമാനം ഈ പറഞ്ഞ പോലെ CPMന്റെ പിന്നെ ഈ മതനിരപേക്ഷത എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മള് TP വധത്തിന് ശേഷം മാഷുള്ള സ്റ്റിക്കർ, ഇപ്പൊ ഏറ്റവും ഒടുവിൽ കാഫർ സ്ക്രീൻഷോട്ട്, അതിനുശേഷം നമുക്കറിയാം നമ്മുടെ ഫാത്തിമ തൈലിക്കെതിരെ കൗമിലക്കുട്ടി. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് വ്യത്യാസം? അദ്ദേഹം പറഞ്ഞത് BJP-യുമായിട്ട് നല്ല രീതിയിലൂടെ CPന്റെ ഐഡിയോളജി മാറിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ താമസിക്കുന്ന ഈ കേരളത്തിൽ നമുക്ക് ഇത്തരത്തിൽ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നോർത്ത് ഇന്ത്യയിൽ ഇതൊക്കെ സംഭവം ശരിയാണ്, ചെറിയ തരത്തിൽ ഇലക്ഷൻ സമയത്താണ് ഇത്തരത്തിലുള്ള പല പല കാര്യങ്ങൾ. ചെറിയ സംഭവമല്ല ഇത്. നമുക്കറിയാം ഫസലിനെ എല്ലാം വധിച്ചതിന് ശേഷം അത് RSSന്റെ കാര്യത്തിൽ കൊണ്ടുപോയിടുകയാണ്. TP വധിച്ചതിന് ശേഷം ഇൻഷാല്ലാ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുകയാണ്. അത് മാത്രമല്ല, ഏറ്റവും ആദ്യം ലവ് ജിഹാദ് അല്ലെ ഈ പോപ്പുലർ ഫ്രണ്ടിനെയും ലവ് ജിഹാദിനെയും പറ്റി തുറന്നു പറഞ്ഞത് വി സച്ചിദാനന്ദനാണ്. അതേസമയം മലപ്പുറത്ത് മിനി പാകിസ്ഥാൻ, മലപ്പുറത്ത് കുട്ടികൾ കോപ്പിടിച്ചാണ് പാസ്സാവുന്നത് എന്ന് പറഞ്ഞത് മിനി പാകിസ്ഥാൻ. അതോടൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ നിയമസഭയിൽ തന്നെ ഷിബു വിജയൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ജാതിയെ പരിഹസിച്ചുകൊണ്ട് കടപ്പുറത്ത് മീൻ വിറ്റ് നടന്ന ചെറുക്കൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് കളിയാക്കുന്നത് CPMന്റെ നേതാക്കന്മാരാണ്. TP ആഞ്ചലോസിനെതിരെയും ജാതി അധിക്ഷേപം നടത്തിയതും ഇതേ CPMന്റെ നേതാക്കന്മാരാണ്. അത് CPM പറഞ്ഞ പോലെ ഞാൻ അത് പൂർണ്ണമായിട്ട് അത് പലതരത്തിൽ നോക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ ഇടയിലുണ്ട് ഇത്തരത്തിൽ. അല്ല, കോൺഗ്രസിന്റെ ഇടയിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇത് എല്ലാ പാർട്ടിക്കിടയിലുണ്ട് ഈ സാധനം. അത് മാത്രമല്ല, അങ്കമാലിയിൽ പോർക്ക് ഫെസ്റ്റ് നടത്തുന്നു, അത് കോഴിക്കോട് ഒരു മസ്ജിദിന് നേരെ ചാണകം വലിച്ചെറിയുന്നു, അതിലെ പ്രതിയും ഒരു DYFന്റെ പ്രവർത്തകനായിരുന്നു. ഇതെല്ലാം നമ്മൾ ആലോചിക്കുന്നതാണ്. അപ്പൊ ആ CPM എങ്ങനെയാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വാദിക്കുന്നത്? അതേ പറയുന്നത്. ലെറ്റ് മീ കംപ്ലീറ്റ് ദ തിങ്സ് വാട്ട് ഐ എം സേയിങ്. സോ ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അന്നത്തെ യഥാർത്ഥത്തിലുള്ള CPMന്റെ ഐഡിയോളജി അല്ല ഇപ്പം നിലവിൽ ഇവിടെ പോകുന്നത് എന്നുള്ളതാണ്. എക്കാലത്തും കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെയുള്ള പിന്നെ മുന്നേറ്റം കൊണ്ടുവന്ന പാർട്ടിയാണ് CPM. പക്ഷെ ഇന്ന് അതേ കോർപ്പറേറ്റ് കമ്പനികളുടെ ലാഭത്തിന്റെ ഇച്ഛ പറ്റി ജീവിക്കുന്ന ആശയത്തിന് വേണ്ടി ആമാശയത്തെ പണയം വെക്കുന്ന ഒരു നേതാക്കന്മാരാണ് ഇപ്പോൾ CPMലുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നിലവിലെ CPMനെ വെച്ച് നമുക്ക് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ പിന്നെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം ജനിക്കുന്നതിന് മുമ്പ് 1957 മുമ്പ്, ഞാൻ കംപ്ലീറ്റ് ആക്കി 1957 മുമ്പ് നമുക്ക് ഇവിടെ ഒരു കേരളം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തൊട്ടുകൂടായ്മയും അയിത്തവും ഈ പറഞ്ഞ പോലെ ഈഴവനാണെന്നുണ്ടെങ്കിൽ താഴ്ന്ന ജാതിക്കാരൻ പാണനാണെങ്കിൽ പറയാനാണെങ്കിൽ പുലയനാണെങ്കിൽ അവനക്കൊന്നും ഉണ്ടായിരുന്നില്ല, സ്വത്ത് ഉണ്ടായിരുന്നില്ല. അല്ല, അത് അവർക്ക് മുഖ്യ പങ്ക് വഹിക്കുന്നവർ, അതിനെല്ലാം ഒരു മുഖ്യ പങ്ക് വഹിച്ച CPM ആണ്. CPM നമുക്കറിയാം, CPM നേതാക്കന്മാരെ നമുക്കറിയാം. EMS വരെ നമുക്കറിയാം. ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടപ്പൻ എന്ന് പറയുന്ന MLA ഹരിജൻ കുട്ടപ്പൻ എന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ശ്രീനാരായണ ഗുരുവിന് വരെ സിമന്റ് നാണെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് CPM ഉണ്ടായിരുന്നു. 80കളിലാണ് CPM എന്ന് പറഞ്ഞ പാർട്ടി വരുന്നത്. പക്ഷെ അതിന് മുമ്പ് ഗൗരിയമ്മയെ പോലും ജാതി പേര് വിളിച്ചുകൊണ്ട് കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു ഐഡിയോളജി ഉണ്ടായിരുന്നത്. പക്ഷെ അതേ കാരണം കഴിഞ്ഞപ്പോൾ ഗൗരിയമ്മയോട് പറഞ്ഞ ഗൗരിയമ്മ താഴ്ന്ന ജാതിക്കാരാണ്, അതുകൊണ്ട് മുഖ്യമന്ത്രിയാവാൻ യോഗ്യത ഇല്ല എന്ന് പറഞ്ഞത് അതേ CPM ആണ്. അതെ, അതിനുശേഷം AKജിക്ക് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി പദം നഷ്ടപ്പെട്ടിട്ടുള്ളത്? EMS എങ്ങനെയാണ് ആ പദത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? ഇതെല്ലാം ജാതീയതയാണ്. അപ്പോൾ ജാതീയതയുടെയും മതവർഗീയതയുടെയും ഒരു കൂടരമാണ് CPM എന്നുള്ളത്. ഈ കോൺഗ്രസ് ഞാൻ വെള്ളം പൂശുന്നില്ല, പക്ഷേ ഇങ്ങനെയുള്ള ഒരു പാർട്ടി എങ്ങനെയാണ് BJPക്ക് ബദലാവുന്നത്? BJPയേക്കാൾ ഒരു അർദ്ധ ഫാസിസ്റ്റുകളാണ് CPM എന്നുള്ളതാണ്. അത് കേരളത്തിന് പുറത്തോട്ട് പോയിട്ടുണ്ട്, എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്? അല്ല, കേരളത്തിന് പുറത്ത് എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്? കേരളത്തിന് പുറത്ത് ഞാൻ പല സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ബീഹാർ പോയിട്ടുണ്ടോ? കർണാടക മുതൽ ബീഹാറിലേക്ക് ചരിത്രപരമായിട്ടുള്ള ആ ഒരു കാലാവസ്ഥ എന്നുള്ള വ്യത്യാസമുണ്ട്. ആ ഒരു കാലാവസ്ഥയുടെ നമുക്ക് കേരളത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്തതാണ്. ഞാൻ പോവാത്തത് പറഞ്ഞ എക്സ്ട്രീം നോർത്ത്, അതായത് കാശ്മീർ, ഹിമാചൽ, ജമ്മു, ഞാൻ പല പ്രദേശങ്ങളും യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പല പ്രദേശങ്ങളിലെ വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം, മുംബൈ തീവ്രവാദ ആക്രമണം നടന്നിട്ടുണ്ട്, പഹൽഗാം അറ്റാക്ക് നടന്നിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരം ഓരോ തീവ്രവാദ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് മതേതരമാവാൻ കഴിയുന്നതെന്നാണ് അവര് നമ്മളോട് ചോദിക്കുന്ന. അതാണ് ആ ചോദ്യത്തിന് മുന്നിൽ നമ്മൾ എന്താ പറയുന്നത്? നമ്മളെ നമുക്കറിയാം, ഇപ്പൊ പഹൽഗാം പോലുള്ള അറ്റാക്കുകൾ നടന്നു കഴിയുമ്പോൾ നമുക്ക് മതേതരമായി ചിന്തിക്കാൻ കഴിയും. അവർ അണ്ടർഗോ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇവിടുത്തെ സിറ്റുവേഷനുമായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ എന്താവും നമ്മുടെ അവസ്ഥ? കഴിഞ്ഞോ? എന്താവും? അല്ല എനിക്ക് പറഞ്ഞ പോലെ, ലൈക്ക് വൺ തിങ് ഐ വാണ്ട് ടു സേ ടു യു ഇൻ ബിറ്റ്വീൻ. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഇടയിലൊന്നും പറയാറില്ല. അപ്പോൾ എൻ്റെ കാര്യം എനിക്കും അവിടെ പോയിന്റ് ഔട്ട് ചെയ്യണം. സോ വൺ തിങ് ഈസ് ദ സൗത്ത് ഇന്ത്യ. വി ക്യാൻ ഡിവൈഡ് ഇന്ത്യ ലൈക്ക് 4, ലൈക്ക് എക്സ്ട്രീം നോർത്ത്, എക്സ്ട്രീം സൗത്ത്, എക്സ്ട്രീം വെസ്റ്റ് ആൻഡ് എക്സ്ട്രീം ഈസ്റ്റ്. സോ നമ്മൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ എക്സ്ട്രീം സൗത്ത് എന്ന് പറയുന്നത് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന ആൻഡ് സം പാർട്ട് ഓഫ് ദ ജാർഖണ്ഡ് ആൾസോ. നമുക്കത് മാത്രമേ സൗത്ത് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ജാർഖണ്ഡിൽ വർക്ക് ചെയ്തതാണ്, 7 മാസം നീതി ആയോഗിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തിയത്. ഞാൻ ബീഹാറിൽ ഗയ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ട്. അവിടെ ഒരു കിണറുണ്ട്. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP ഭരിക്കുന്ന ഈ പറഞ്ഞ പോലെ ഈ സംസ്ഥാനമാണത്. BJP എന്ന് പറയുന്നത് നിതീഷ് കുമാറിന്റെ ഇതാണ്. ആ ഒരു ഗയ എന്ന് പറയുന്ന സ്ഥലത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബീഹാർ, ഇപ്പുറത്ത് ജാർഖണ്ഡ്, ഇപ്പുറത്ത് ബീഹാർ, അപ്പുറത്ത് UP, ഒരു ട്രയാങ്കിൾ പോലെ നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷെ കൃത്യമായിട്ട് അവിടെ BJP പ്രൊമിനന്റ് ആണ്. പശ്ചിമ ബീഹാർ എന്നൊക്കെ പറയും, പശ്ചിമ ചമ്പാരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അവിടെ സ്റ്റിൽ കിണറിന്ന് വെള്ളം മുക്കണം എന്നുണ്ടെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്ക് അവകാശമല്ല. പഞ്ചായത്ത് കിണറാണ്. ആ പഞ്ചായത്ത് ഭരിക്കുന്നത് BJP ആണ്. അവിടുന്ന് ഈ പറഞ്ഞ പോലെ കിലോമീറ്ററുകൾ പോയിട്ട് മാത്രം മറ്റൊരു കിണറുണ്ട്. അവിടുന്നാണ് ഈ പറഞ്ഞ പോലെ യാദവ് കമ്മ്യൂണിറ്റിക്കാർക്ക് വെള്ളം എടുക്കാൻ പറ്റുള്ളൂ. അവരവിടുന്ന് കുട്ടികളടക്കം സ്കൂളിൽ പോകാണ്ട് അവിടുന്ന് വെള്ളം മേറ്റിയിട്ടാണ് ഇത്രത്തോളം കിലോമീറ്റർ നടന്നത്. ഇങ്ങനെയുള്ള അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ജാർഖണ്ഡിൽ പല സ്ഥലത്തും ഞാൻ പറയുന്നില്ല. അല്ല, ഞാൻ പറയട്ടെ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും. നമ്മുടെ കേരളത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഈ കാര്യം തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറയുന്നത്, എന്റെ കാര്യം പറയുന്നതിൽ ഒരിക്കലും ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല and you also accepted that, so in between you don't interfere in that, okay? So ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ഞാൻ അവിടെ പോയിട്ട് ഞാൻ ഈ സ്ഥലം കണ്ടിട്ടുണ്ട്. അപ്പം BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണെന്നുള്ളതും CPM-നെ ഞാൻ പക്ക പുകഴ്ത്തി പറയല്ല. അവർക്ക് കുറച്ച് പങ്ക് അവർക്കുണ്ട്, കോൺഗ്രസിനും പങ്കുണ്ട്. ഈ പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫിന്, അതേപോലെ മാണി ഗ്രൂപ്പിന്, ഇവർക്ക് കൃത്യമായ പങ്കുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിനും അവർ ഇന്ന് കാണുന്ന രീതിയിൽ പാലായിലൊക്കെ പോയി കഴിഞ്ഞാൽ അന്തം വിട്ടിട്ടുണ്ട്. അവിടെ റോഡൊക്കെ കണ്ടിട്ട് മാണി സാർ ഉണ്ടാക്കി കൊടുത്ത റോഡ്. അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് AC മൊയ്തീനെ അവരെ മണ്ഡലത്തിൽ ഉണ്ടാക്കി കൊടുത്ത റോഡൊക്കെ കണ്ടാൽ നമ്മൾ അന്തം വിടും. നമുക്കതിന് വിയോജിപ്പുണ്ടാവും, അവരോട് പൊളിറ്റിക്കലി പലതരത്തിൽ വിയോജിപ്പുണ്ട്. പക്ഷെ അവർ ചെയ്ത കുറേ നല്ല കാര്യങ്ങളും ഉണ്ട്. നോർത്തിൽ ഞാൻ കണ്ട കാര്യം, നമ്മൾ BJP ഇവിടെ പുകഴ്ത്തുമ്പോഴും പല കാര്യങ്ങളും എനിക്കൊരിക്കലും BJP അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ എന്റെ കണ്ണോട് കണ്ടതാണ്. പല കുട്ടികളും ഞാൻ ഈ പറഞ്ഞ പോലെ 12ഓളം സ്കൂളുകൾ ഞാൻ പോയ BJP ഇപ്പോൾ സമ്പൂർണ്ണമായിട്ടും മതേതരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതോടൊപ്പം നമ്മൾ കൽക്കട്ടയിൽ കൂടി പോകേണ്ട ആവശ്യമുണ്ട്. നമ്മള് കൽക്കട്ട മുർഷിദാബാദ് പോയിട്ടുണ്ട്. അതാ ഞാൻ പറയുന്നത്. മുർഷിദാബാദിൽ നമ്മളെ മാരി പാച്ചി മസാക്കർ ഉണ്ട്. ആ മാരി പാച്ചി മസാക്കറിൽ 1000-ഓളം വരുന്ന ദളിത്തുകളെ കൂട്ടക്കൊല ചെയ്ത ആരാണ്? ദളിത് സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള അഭയാർത്ഥികളെ കൂട്ടക്കൊല ചെയ്ത ആരാണ്? നമ്മൾ ഇതേ ദളിതരെ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് കിണറിൽ നിന്ന് വെള്ളം കോരാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ 1000-ഓളം വരുന്ന ദളിതുകളെ കൂട്ടക്കൊല ചെയ്ത ആരാണ്? കൽക്കട്ടയിൽ ഇതേ CPM തന്നെയാണ്. അപ്പോൾ CPM ആയാലും BJP ആയാലും ഇപ്പോൾ മുസ്ലിം ലീഗ് ആയാലും എല്ലാം ഈ പറയുന്ന പോലെ അതിൻ്റെതായിട്ടുള്ള പൊരുത്തക്കേടുകൾ അതിനുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ കേരളത്തിന്റെ മതനിരപേക്ഷതയൊക്കെ CPM വലിയ പങ്ക് വഹിക്കുന്നു എന്ന് പറയുന്നതിനാണ് നമ്മൾ തെറ്റുന്നത്. യഥാർത്ഥത്തിൽ BJPയുടെ ഒരു B ടീമാണ്, യഥാർത്ഥത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിനും കൊട പിടിക്കുന്ന
ഒരു സമീപനമാണ് CPM ചെയ്തിട്ടുള്ളത്. BJP ഒരു ബി ടീം ആവുകയും ചില സമയങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദത്തിന് കൊട പിടിക്കുകയും ചെയ്യുന്ന ഒരു ഘടകം മാത്രമേ CPM കൊണ്ട് സാധിച്ചിട്ടുള്ളൂ. എന്തായാലും ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും എനിക്ക് വിയോജിപ്പുണ്ട്. BJP ബി ടീമാണെന്നുള്ളത് പലതരത്തിൽ കാര്യങ്ങൾ വരാണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ തെലങ്കാനയിൽ ഒരു പാർട്ടുണ്ട്, അസറുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി AIAM. അപ്പം അവരെ ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയാറുള്ളത് BJP ബി ടീമാണെന്ന് പറയാറുണ്ട്. അത് ഒരു പരിധിവരെ ശരിയാണ്. ഇന്ന പോലും അതേപോലെ CJP കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നുള്ള രീതിയിൽ CPM നമ്മൾ വിമർശിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോൺഗ്രസിനെ പറയും. അതുപോലെ തന്നെ നമ്മൾ കോൺഗ്രസിനെ പറയും. കാരണം ഏറ്റവും കൂടുതൽ BJPക്ക് MLA എന്നാലും ഈ വിഷയത്തിൽ പല കാര്യങ്ങളും പറയാണ്ട്, പല കാര്യങ്ങളും ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. എന്തായാലും സമയത്തിന്റെ പരിധി കൊണ്ട് ഇവിടെ നിർത്തുന്നു. എന്തായാലും ഒരു പുതിയ നേതൃത്വം CPM ഉണ്ടാകട്ടെ അല്ലേ?